ഓക്കെ, ഗ്രൂപ്പ് ഡി അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. സി കെ ഇതിൽ 15 ടീമുണ്ട്. DCN, GTR, IMC, KLPD, KRP, MB, NTX, PPF, PRX, SILP മറ്റേ MS-13 അല്ലേ, SPS, TPA, വൽഹാല, VNB. നിന്റെ ഡൗട്ട് എനിക്ക് കേൾക്കണ്ട, പോടാ. ഓക്കെ, ഇതാണ് ഇപ്പോൾ 15 ടീം. മിക്ക ടീമിലും 3ൻ്റെ മുകളിലേക്ക് ആൾക്കാരുണ്ട്. മിനിമം 3 ഉണ്ട്. 1 2 3 ടീമിൽ 3 ആൾക്കാർ വെച്ചിട്ട് ബാക്കി എല്ലാം 4 ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഓക്കെ, മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ടായി. ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ലാസ്റ്റ് മാച്ചാണ്. ഗ്രൂപ്പ് ഡീൻ്റെ മാച്ചാണിത്. ഡേ 2-ൽ നാളെയും ഇതേപോലെ തന്നെ ഉണ്ടാവും. 4 ഗ്രൂപ്പിന് ഓരോ മാച്ച് വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ സെമി, അത് കഴിഞ്ഞാൽ ഫൈനൽ. ആരോ ഫസ്റ്റിനെടുത്ത് ചാടിയല്ലോ. ആരോ അല്ല, കുറേ ആൾക്കാർ ചാടി. ഓക്കെ, സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ഡൗട്ടല്ലേ? അതെ, ടിജു പറഞ്ഞുതരും കേട്ടാ ഡൗട്ട്. ഇതൊന്ന് പറഞ്ഞെടുത്തിട്ട് ഞാൻ ടിജുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എടാ, തലയും കുത്തിയിട്ട് കിടക്കുന്ന ബിൽഡിങ്ങിൽ നിന്നൊക്കെ വീണ് ചത്ത് കഴിഞ്ഞാൽ തീർന്ന്. ഇവിടെ തൊട്ടടുത്ത് വേറെ ആരും ഉണ്ടല്ലോ. ഫുൾ പാരഷൂട്ട്. എല്ലാവരും ഇപ്രാവശ്യം സിറ്റിയില്ല. കഴിഞ്ഞ ഗ്രൂപ്പ് ഡീൻ്റെ മാച്ചിൽ ഇതേപോലെ തന്നെ ആയിരുന്നു. എല്ലാവരും സിറ്റിക്കകത്താ കളിച്ചിരുന്നത്. ആ, പോകുന്നുണ്ട് ഇപ്പോൾ. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കേ. ഓൺ ദ വേല. കെസിനോയിൽ 2 ടീം. DCN ഉണ്ട്. എവിടെ? ഓ, SPS ഉണ്ട് ഇവിടെ. നോ ലോട്ട്. ലോട്ട് വരാൻ ടൈം എടുക്കും ലോഡാവാൻ. അയ്യോ, ഹെൽപ്പൊന്നും തുടങ്ങി. നോ ലൂട്ട്, നോ ലൂട്ട്. ഇവിടെ ആക്ച്വലി എന്താ 2 ടീം ഒരുമിച്ചിട്ട് ഇട്ടിയാണ് അവിടെ. ആഹാ, വീശുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇതേ എടാ, അവനത് ഇടിച്ചു ഇതാക്കുന്നു. കൊന്ന്. ആരെണ്ണ ഒരു വണ്ടിക്കകത്തുണ്ട്. ഡയറക്റ്റ് ഫിനിഷ് ആയത് എങ്ങനെയാ? പക്ഷേ ചിലർ ഡയറക്റ്റ് ഫിനിഷ് ആയി പോകുന്നുണ്ട്. Wait few minutes, load will be load soon. ഈ ടൈമിൽ പോയിട്ട് റീകോൾ ചെയ്യാൻ പറ്റുമോ? റീകോൾ ടവർ ഇല്ല അടുത്തൊന്നും. അങ്ങോട്ട് വേണം. ഇതാണ് കുറച്ചുകൂടി സേഫ്. ബീച്ചിലുള്ള റീകോൾ സ്റ്റേഷൻ. ലൂട്ടില്ലാത്തതുകൊണ്ട് എല്ലാം വണ്ടി കറങ്ങി നടക്കുക. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഒറ്റ ടീം മാത്രമേ ഇവിടെ നിന്ന് പോയത്. VH മാത്രം വേറെ അറ്റത്തോട്ട് പോയി കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും സിറ്റിക്കകത്ത് തന്നെ ഉണ്ട്.
വെച്ച് ആക്ച്വലി ഇന്നലെയും ഏതോ ഒറ്റത്തിറങ്ങിയിട്ടാണ് കളിച്ചതെന്ന് തോന്നുന്നുണ്ട്. രണ്ട് ലോഡായി കഴിഞ്ഞാൽ ഫസ്റ്റ് അടി കൂടാൻ പോകുന്നത് DCN-ഉം അവിടെ SPS ആയിരിക്കും. ഇത് ലൂട്ടാണോ? ആണല്ലേ. ആ ലൂട്ടൊക്കെ ലോഡായി തുടങ്ങിയല്ലോ. ലൂട്ട് എടാ ലൂട്ട് വന്നല്ലോ. ലോഡായി വരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള പണിയായി. ഐറ്റം ലോഡ് ഫിക്സ് ആക്കണം. ഇന്നലെ ആക്ച്വലി പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്ന് എവിടെ നിന്ന് വന്ന ഇഷ്യൂ? പിന്നെ ഈ സോണിൻ്റെ ഈ വെയിറ്റിംഗ് ടൈം അല്ലേ വേണ്ട ഒന്നുമില്ല. ഈ വെയിറ്റിംഗ് ടൈം എന്തെങ്കിലും ഇഷ്യൂ വരണോണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ലൈക്ക് സോൺ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തൂടെ ഷ്രിങ്കിങ്? ഈ വെയിറ്റിംഗ് എന്തിനാ? ആക്ച്വലി ഇവിടെ അടിയാവും. DCN SPS തോന്നുന്നുണ്ട്. നോ ലൂട്ടാ? ഇപ്പോഴും കിട്ടിയില്ല ലൂട്ട് ബ്രോ. നോ ലൂട്ട് ബട്ട് സോൺ കമ്മിങ്. സോൺ കമ്മിങ് ഇല്ലല്ലോ. നമുക്ക് ടൈം എടുക്കും. വെറുതെ ഫേസിൽ അങ്ങനെയായിരുന്നു. പിന്നെ ടൈം പാൻസ് ചെയ്യാൻ. രണ്ട് ടീമല്ലേ? ആ IMC-യും വേറെ ടീമാണത്. TP ക്വാളിഫയേഴ്സിന് ആക്ച്വലി 45 മിനിറ്റ് വേണ്ടായിരുന്നു. 4 മാച്ചൊക്കെ നടത്തണുണ്ടേ. ആ 4 മാച്ച് നടത്താൻ എങ്ങനെ പോയാലും ഒരു 5 മണിക്കൂർ വേണ്ടി വരും. ചെറിയ ഡിലേയും പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. സെമിയും 4 മാച്ച് വെച്ചിട്ടുണ്ടാവും അവർക്ക്. അങ്ങനെയാണോ അതിൻ്റെ സെറ്റപ്പ്? ഓക്കെ. ഇപ്പോൾ കറൻ്റ്ലി ഒരേ ഒരാൾ മാത്രമേ ഡൗൺ ആയിട്ടുള്ളൂ VNBയിൽ. വേറെ ഇവിടെ ആരും ഡൗൺ ആയിട്ടില്ല. ഫസ്റ്റ് 1 hour പോലെ ആയിരുന്നു. മൈ ബാഡ്. പിന്നെ 45 ലൂട്ട് സാർ ലോഡിങ് വന്നല്ലോ ഏറെക്കുറെ. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ VNB ഉണ്ട്. VNBയിൽ ഓൾറെഡി ഒരാൾ ഡൗണാണ്. പക്ഷെ ഒരു ഇതൊരു റീകോൾ ചെയ്യാൻ പോയിട്ടില്ല. ഈ പരിസരത്താവും അടി കിടക്കുക. ഫസ്റ്റ് ഒരു നൈസായിട്ട് ഫസ്റ്റ് റീകോൾ സെൻറ്റർ അങ്ങ് പിടിച്ച്. എനിക്ക് ഇതിലങ്ങ് സ്പെക്ക് മര്യാദക്ക് പറ്റുന്നില്ല. TXL യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ സാധനം ശരിക്കും ഇഷ്ടമല്ല. TXL പക്ഷെ നമ്മളെ കാണുമല്ലേ? ഒരുമാതിരി കിടന്ന് വിറക്കുന്നു എനിക്ക്. TXL ക്ലിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളവർക്ക് കാണാൻ പറ്റും. അതല്ല ഇഷ്യൂ. ഓക്കെ രണ്ടാമത്തെ സോൺ വന്നല്ലേ? ലൂട്ട് കിട്ടുകയാണോ അവർക്ക്? ഒരു ടീം മുകളിലോട്ട് പോയി. SPS അത് ഫിക്സ് ആക്കാൻ മറന്ന്. ഓ ഓക്കെ. അങ്ങോട്ടാരെ കയറി കൊടുത്തിട്ടുണ്ടല്ലോ NTXൻ്റെ അടുത്തോട്ട്.
മിൻറ്റിക്സിൻ്റെ അടുത്തോട്ട് പോയി തിരിച്ചിട്ട് BBQ വന്നിട്ട് എത്തിച്ച് നോക്കിയിട്ട് പോയി. സോൺ പക്ഷേ സിറ്റിയിലല്ല. അടുത്തത് എവിടെക്കാണോ പോവാ. ഒരേ ഒരു കില്ലുള്ളത്. ആ കില്ല് കൗണ്ട് ആയിട്ടില്ലേ? വീഡിയോ കില്ല് കൗണ്ട് ചെയ്യില്ലല്ലേ? മറ്റേ VN വിത്ത് പുള്ളിനെ കൊന്ന കില്ല് അവർക്ക് കയറിയിട്ടില്ല. IMC ആയിരുന്നു തോന്നുന്നു കില്ലെടുത്തത്. IMC കില്ല് കയറിയിട്ടില്ല. അടിയൊന്നും ആവുന്നില്ല. CK ആണ്, BBQ അല്ല. അവൻ പേരിട്ടിരിക്കുന്ന അങ്ങനെയെന്നുള്ളൂ. CK എന്നാണ് ടീമിൻ്റെ പേര്. സ്ലിപ്പിലാരൊക്കെ ഉണ്ട്? മെസ്സി ഉണ്ട്. അല്ല എല്ലാവരും ഫുട്ബോൾ കളിക്കാരാണ്. TPA വന്ന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഒരു വണ്ടി എടുത്ത് പോയല്ലേ VNV. എനിക്കൊരു അടി കാണാമായിരുന്നു അവിടെ. TPA വേഴ്സസ് VNV. ബീച്ച് സേഫാണ്. SPS സേഫാണ്. ഇതാരായിരുന്നു? കാണാൻ പറ്റുന്നില്ല. ഡ്രീമേ വെൽക്കം ടു സ്ട്രീം. ആരാണ്? DCN ഉണ്ട് ഇവിടെ. എന്താണ് ഉറപ്പരിപാടി? നമ്മളെന്താ ഇറങ്ങായിരുന്നത്? ടീം ഇട്ടങ്ങ് ഇറങ്ങായിരുന്നില്ല ഒരു സ്ക്വാഡ്. എന്നെ ഉണ്ട് സേലേ. അതെ എൻ്റെ ഇടയ്ക്ക് കളറും പറ്റിയ VNV ആണത്. VNV റീകോളിങ്ങിന് പോയി അവർക്ക്. റിട്ടയർഡായി. ശരി. VNV ഫസ്റ്റ് ഡൗൺ ആയാളെ റീകോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ 2 ടീം ചേസ് ആവണത്. PPF ആരെ പിന്നാലെ പോകുന്നത്? ഒരു 2 ടീം ഉണ്ടല്ലോ അവിടെ. KTD PPF ഇവിടെ അടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നന്നായി കണ്ടിട്ടില്ല. അവണ് ഇതിന് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഓക്കെ, CK ആണ്. KTD അല്ല അത്. എനിക്ക് ടാഗിൻ്റെ കാരണം. ഓക്കെ, CK രണ്ടാമത്തെ ആൾ ഡൗൺ ആയി. അവിടെ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് മാനാണത്. റീകോളിന് ആളെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ. ഓക്കെ, CK അപ്പോൾ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടീം എലിമിനേറ്റ് ചെയ്തത് CK ആണ്. CKനെ PPF അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. PPFന് ഇപ്പോൾ എത്ര പിക്ക് ഉണ്ട്? അതിൽ 3 പിക്ക്. ഓക്കെ, അതിലിപ്പോൾ 3 പേരുണ്ടായിരുന്നുള്ള ടീമിൽ CKയിൽ 3 പേരെയും 3 പിക്കും PPFന് എടുത്തിട്ടുണ്ട്. എന്താ ഇത്? അടി അടുത്തോട്ടാണല്ലോ പോണത്. അതെ, അടിയാവോ? ഇത് മോളിയൊക്കെ ഇറങ്ങി ചുളിയിലതീ കൂടെ. ഓക്കെ, DCN ഇറങ്ങി. അവിടെ DCNത്തെ ഒരു പ്ലെയർ ഇറങ്ങി. രണ്ടാമത്തെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. PPF പക്ഷേ ബാക്ക്. PPF ഇറങ്ങി. വണ്ടി മാറ്റുവാണ്. അയ്യോ, PPF അടിക്കാൻ നിൽക്കുന്നില്ല. ലീവ് ചെയ്ത്. ഒരു 3 പേരുള്ളൂ. പിന്നെ
അയ്യോ ആ സ്വന്തം ടീമാ. ഓപ്പോസിറ്റ് ടീം വന്നു നടക്കും. ബീച്ച് അവിടെ ഫുൾ ലൂട്ട് സെറ്റ് ആയിരുന്നാണ്, മൊത്തം പറക്കുന്നതാണ് അവിടെ. ഇപ്പോഴും ലൂട്ട് ചെയ്തോണ്ടിരിക്കുക. പിടിക്കാനൊന്നുമില്ല, അടുത്തൊന്നും ആരില്ലാത്തോണ്ട്. ഓ ഇവിടെ അടിയാവും. അതാരായിരുന്നു? PF ആയിരുന്നു? DC തന്നെ? DC ഇതിൻ്റെ അടിയിലായിട്ട് KLPD ഉണ്ട്. GTR അടുത്തോട്ട് DC കയറുന്നത്. ഓ ഇവരിവിടെ പൊസിഷൻ എടുത്തിരിക്കുവാണോ? GTR, ഉക്കർ, സേവി, കൊമ്പൻ, രാവു, 4 പേരവിടെ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടിരിക്കുക. പോച്ചക്കകത്തൊക്കെ ഇരിക്കുന്നത്. മൂന്ന് ടീം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അടിയിൽ KLPD ഉണ്ട്, ഇവിടെ GTR ഉണ്ട്, DC തന്നെ ഉണ്ട്. വേറെ എവിടെയും ആരും അങ്ങനെ കണ്ടുമുട്ടിട്ടില്ല. SPF നേരെ ഇവിടുന്ന് ജയിലിലോട്ട് പോയി ലൂട്ട് ചെയ്യാൻ. തരാ PPF അവിടെ എത്തിയല്ലേ? നമുക്കിവിടെ KRPയും എന്തായിരുന്നത് മറ്റേ ടീമിൻ്റെ പേരെന്തായിരുന്നു? ഫ്രണ്ടിലാരും ഉണ്ട്. പക്ഷെ ഒരു പൂവേ അടിയാവാൻ ചാൻസ് കുറവാണ്. MB ഇവിടെ ഉണ്ട്. സോണിൻ്റെ അറ്റത്തായിട്ടാണ് കളിക്കുന്നത്. 1 2 3 ഒരു ടീം സോണിൻ്റെ പുറത്താ. റീകോൾ ആയ അവർ റീകോൾ ചെയ്ത് മറ്റേ VNVത്തെ ഒരാൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, പുള്ളിനെ റീകോൾ ചെയ്ത്. കറൻ്റ് ഇപ്പോൾ ആരും ഡൗൺ അല്ല. ഇപ്പോൾ ഉള്ളതിൽ ടീമിൽ ആരും റീകോൾ ചെയ്യാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഒരു ടീം മാത്രമാണ് ഓൾ ഡൗൺ ആയത്, അവരിറങ്ങി. CK ആയിരുന്നു വൈപ്പായത്. ഓ അത് ആക്ച്വലി അടിയാണല്ലോ. മിക്സ്ഡ് കളർ അറിയുന്നില്ല. TP IMC പിറ്റിംഗ് വിത്ത് അടി. TP സിയോണിനെ അവരാണ് ലക്ഷ്യം. 2 വണ്ടി അതിൻ്റെ പിന്നാലെ പോയി. ബാക്കിയുള്ളവർ മറ്റവരടിക്കാനും പോയാ? ഒട്ടുകൊടുത്ത് അവിടെ അടി ചെയ്യുന്നു. ഓ സാബു 1 HP IMCത്തെ രാജനടിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഓ ഫിനിഷാക്കി. ഇവിടെ 1 HP ഇരിക്കുന്നു. ഹീൽ ചെയ്തു. സിയോണിനോടെ ഹാഫ് HP ആക്കി. ആർമറില്ല.
വിട്ടുകൊടുത്ത് പോയി. TCNും PPF അവിടെ പോയിട്ട് അടിയായി. PPF ചെയ്ത ഒരാൾ ഡൗൺ ആയി. അമ്പത്തിരണ്ട് ലൈവ് ഉണ്ട് കേട്ടോ. ഇനി 52 ആൾക്കാർ ലൈവ് ഉണ്ട്. അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട്. യോർ റോക്ക്ലി ഹായ്. PPF റീകോൾ ചെയ്യാൻ പോകുന്നു. VH അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കണ്ടുമുട്ടുമോന്ന് അറിയില്ല. റീകോളിൻ്റെ അവിടെ കട്ട് 2 ടീം പോകുന്നത്. രോഹൻ ഉണ്ട്. രോഹൻ സിൽപ്പിലോ അല്ലേ? ഏയ് സ്പൈഡർ മെസ്സി അതിലേതൊരു ഒരാളാവും. ഓക്കെ, PPF റീകോൾ ചെയ്യാൻ വന്ന് പിന്നാലെ പിടിച്ച് TCNും വന്നിട്ടുണ്ട്. TCN ആരും റീകോൾ ചെയ്യാനൊന്നുമില്ല, പക്ഷേ അടിക്കാൻ വേണ്ടി തന്നെ വന്നതാ. വീച്ച് ഒരു മിനിറ്റ് ആയിട്ടില്ല. വീച്ച് ഇതുവരെ അടിയിൽ ഇതായിട്ടില്ല. വീച്ചിന് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം മിക്കവാറും വരും. അവിടെ മുകളിൽ നിൽക്കുന്നത് VH. ഇവിടെ ഇവിടെ ഉണ്ട്. അതായിരിക്കുന്നത്. ഓക്കെ, PPFിൻ്റെ വണ്ടി കുടുങ്ങി. 2 ആൾക്കാരേ ഉള്ളൂ. 2 ആൾക്കാർ, ലാസ്റ്റ് 2 ആൾക്കാരാണത് PPFിലത്തെ. ഓക്കെ, PPF അവനെ നോക്കായിട്ടുണ്ട്, എലിമിനേറ്റ് ആയിട്ടുണ്ട് ഫുള്ള്. ഓക്കെ, വീച്ച് ഇറങ്ങി അടിക്കുന്നുണ്ട് അവിടെ. വീച്ച് മോളിൽ നിന്ന് അടിക്കുന്നുണ്ട്. വീച്ച് ആരോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടി എടുത്ത് പോയല്ലോ. ഞാൻ റഷ്യൻ TNL. ബുള്ളും വരുന്നുണ്ട്. അയ്യോ, പൊടി പറയുമ്പോൾ FPS എവിടെക്കോ പോണ്. DCN ഇറങ്ങി. VHും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ VHും ഇറങ്ങി. DCN 3 പേര്, VH 2 പേര് ഇറങ്ങിയിട്ട് എല്ലാവരും. ശരി. റഷ്യൻ സ്പീഡോ ഡൗൺ ആയി VHിൽ. അവിടെ രാജുഭായി ഇടിച്ച് ഇതാക്കാൻ നോക്കുന്നുണ്ട്. റഷ്യൻ TNL ഡൗൺ ആയി. VH 3 പേര് ഡൗൺ ആയി. രാജുഭായി മാത്രമേ ഉള്ളൂ. ഇവിടെ റീകോളിന് പോയി. അങ്ങോട്ടാണ് പോണത്. DCNത്തെ ഒരാൾ പോലും നോക്കായില്ല. പുള്ളി അവിടെ നിന്ന് റീകോൾ ചെയ്യുന്നില്ല, നേരെ വെച്ച് പിടിക്കുക. പിന്നാലെ തന്നെ DCN ഉണ്ട്. ഇവിടെ MBയും SPS-ഉം. കുടിച്ചു കൊടുന്ന് കൊല്ലാൻ നോക്കുന്ന. അവിടെ രാജുഭായിന് ഫോളോയിങ് ചേസ്. രാജുഭായി വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ നല്ല വെള്ളം കറക്റ്റ് കാണല്ല. പൊങ്ങി ഒന്ന് കാത്തു നിൽക്കുന്നു. അയ്യോ, അടിച്ച്. ഓക്കെ, ബീച്ച് എങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ബീച്ചിന് എത്ര കില്ലുണ്ടായിരുന്നു? ബീച്ചിന് കില്ലൊന്നും കിട്ടിയിട്ടില്ലല്ലേ. ഇപ്പോൾ ഉള്ളതിൽ TCN മാത്രമേ ഉള്ളൂ 7 കില്ല്. പിന്നെ മറ്റേ TP 1 കില്ല്. വേറെ ആർക്കും കില്ലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇനിയുള്ളത് MBSPs ഒരു അടി അടക്കുന്നുണ്ട്. പക്ഷെ ലോങ് ഇരുന്നിട്ട് കളിക്കുന്നത്. ഓക്കെ ഇറങ്ങി. SPs അവിടെ സപ്പോർട്ടിന് ഇറങ്ങി എല്ലാവരും. വീണിയാവോ മലേന്ന് പറ്റില്ല. ഓക്കെ അവിടെ SPs ഒരാൾ ഡൗൺ. അടിത്തപ്പുളിഞ്ഞ അടിച്ചിട്ടാ. ആ അടിച്ച് SPs 1 മിനിറ്റ് ആയോ? ഇല്ല, ഒരാളും കൂടിയും ബാക്കിയുണ്ട്. ആ അതെ, പുള്ളിയും കൂടെ ബാക്കിയുള്ളൂ SPsൽ. പുള്ളി ഡൗൺ ആയി കഴിഞ്ഞാൽ വൈപ്പാവും. അല്ല SPs ഒരാളും കൂടി കാണണല്ലോ. ARP ആണത്. കറൻ്റ് വേറെ എവിടെയും കാണുന്നില്ല ഒന്നും. അടുത്തടുത്താരുമില്ല. SPs അവിടെ എത്തി. PRX തന്നെയാണത്. ആ PRX തന്നെ. യോ പിന്നാലെ വരുന്നുണ്ട്. TP ഒരാളുള്ളൂ ഇവിടെ. വണ്ടി മറിഞ്ഞ് അടാ ലോക്കായി. ഓക്കെ TP ഇറങ്ങി ഒരാള്. അവിടുന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് TP. പക്ഷേ ഡൗൺ ആയി. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇടിച്ചുകൊണ്ട് പോയി. അടുത്ത ആളും വന്ന്. അടുത്ത 2 ആള്. കുടുങ്ങി. ഇല്ല ഓക്കെ രക്ഷപ്പെട്ട്. എനിക്ക് DCNും KLPയും അടിക്കുന്നുണ്ട് ഇവിടെ. രണ്ട് ടീം ഇറങ്ങി. ഈ KLPD താരിയൻസ് ചിലപ്പോൾ ഡൗൺ ആവും. അതിന് സ്റ്റേഷനറി ഡൗൺ. പറയാൻ 1 HP. പോലീസ് രക്ഷപ്പെട്ട്. റീക്കോളയുള്ള പോക്കാവും. ഓ അത് ആര്യൻ്റെ സ്റ്റേഷനറി ഇപ്പോഴാണ് ഫിനിഷ് ആയത്. ഓക്കെ ബ്രൗൺ അവിടെ ഹാഫ് HP 2 സൈഡിൽ നിന്ന് അടി. അയ്യോ ഇറങ്ങി വണ്ടി കയറി പോകാൻ നോക്കി. ബ്ലേസും ഡൗണായി. ലാസ്റ്റ് വേനാന്ന് തോന്നുന്നു KLPD ബ്രയാൻ. പുള്ളിക്ക് വണ്ടി ഉണ്ടല്ലോ. അവരിങ്ങോട്ട് പുഷ് ചെയ്ത് വരുന്നു. സ്മോക്ക് എന്താ പറഞ്ഞത്? ബോംബാ.
ആ ബോംബ്. അയ്യോ അടിയായിരുന്നു. പുള്ളി വണ്ടി എടുത്ത് പോവും, രക്ഷപ്പെടും. അടുത്ത ടീം വന്നല്ലോ. ഓക്കെ, അവിടെ സ്ലിപ്പും വേറെ ഏതോ ടീം കൂട്ടി അടിയാലോ, കാണുന്നില്ല. ഒരാളുണ്ടെന്നുള്ള തോന്നുന്നു. ഓക്കെ, IMCയും DCNും അടിയായിട്ടുണ്ട്. രണ്ടാൾക്കാർ രണ്ട് സൈഡിൽ നിന്നിട്ട് അടിക്കുന്നുണ്ട്. ഓ IMCയും സ്പെല്ലിങ് മാറിപ്പോണ്. അല്ല സ്പെല്ലിങ് അല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, മറ്റേ ടീമിന് അടിയായല്ലോ. GTR വേഴ്സസ് VNB. എവിടൊക്കെയോ ഒരുമിച്ച് അടി പൊട്ടുന്നു. ഓക്കെ, MB KRP എലിമിനേറ്റ്. KLPD ആയിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, പേര് ടാഗിൻ്റെ ആണ്. അല്ല KRP ആണല്ലോ. KLPD എലിമിനേറ്റ് ആയി എവിടെയോ. എല്ലായിടത്തും കൂടെ ഒരുമിച്ചങ്ങ് പൊട്ടിയാടി നോക്കി. സീസൺ അവിടെ നിന്ന് മോളിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത ആൾ കണ്ടിട്ടില്ല. ഗുണ HP. ഓക്കെ, ഡൗൺ ആയി. ഫിനിഷായി. ഓക്കെ, അതെവിടെ? അത് വേറെ സ്ഥലത്ത്. അവിടെ VNB NTX അടി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ രാജൻ ഡൗൺ ആയി. അതിനെ ഗ്രേ അടിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഏതൊരു ടീം ഇവിടെ വൈപ്പാവും. IMC ഓൾറെഡി 2 പേര് ഡൗൺ ആണ്. DCN ഒരാൾ. പറഞ്ഞൊഴികെ ഫിനിഷൊക്കെ ആക്കിയിട്ട് വരുന്നു. അല്ല DCN ആരും ഡൗൺ അല്ല. DCN 4 പേരുണ്ടല്ലോ. റബ്ബ് എടുത്ത അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ. ഓക്കെ, ലാസ്റ്റ് വൻ ഫുള്ളെന്നായിരിക്കുന്നു. ഓക്കെ, IMC എലിമിനേറ്റ് ആയിട്ടുണ്ട്. DCN എടുത്ത് IMCനെ. അവിടെ ഒരു കൂട്ടത്തല്ലല്ലേ ഞാനെ കണ്ട്. ഇല്ല, അടിയിലോട്ട്. സോൺ അത്യാവശ്യം ചെറുതായി. ഇൻറ്റേക്സ് 2 ആൾക്കാർ ഫിനിഷായി. VNB അടിച്ച് അതിവിടെ ഇരുന്ന്. GTR ഓക്കറിനെ അടിച്ച VNB തന്നെ. ഇതൊക്കെ നോക്കിട്ട ചെയ്യണം നേരത്തെ. VNB എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. സ്ലിപ്പുണ്ട് ഇവിടെ. സ്ലിപ്പും VNB അടിയാവും. ഏറ്റവും കൂടുതൽ കില്ലുള്ളത് DCN ആണ്. 14 കില്ല് മൊത്തം. MB 5 കില്ല്, VNB 4. ആരൊറ്റക്ക്? KRP ഹാർലി ലൂക്കസ്. KRP 4 പേരുണ്ട്.
ഇവിടെ ബാക്കി ടീംമേറ്റ്സ് എന്താ പുള്ളിയുടെ? ഓ സോൺ മാറി, അടുത്ത സോണ്. മിക്ക ടീമിനും അകത്തോട്ട് കയറണം. ഈ സൈഡിലാണ് എല്ലാവരും. വേറെ വഴിക്കൊരു അടിയൊക്കെ ആയിട്ടാവും കയറുക. ഓ സോൺ ഷ്രിങ്ക് ആവുന്നുണ്ട്, വരുന്നുണ്ട്. ഇവരെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ടി പി സോൺ വരുന്നത് അറിഞ്ഞിട്ടില്ലേ? ലൂട്ടാണ്. പകുതി ഹെൽത്തായി. അത്യാവശ്യം പവറുണ്ട് സോണിന്. എടാ അതിൻ്റെ ഇടക്ക് DCN SPS അടിയായി. ഇറങ്ങി അടിക്കുന്നുണ്ട്. SPS വണ്ടിയിലാണ്. ഓക്കെ SPS കാന്താരി അൽഫാം ഡൗൺ ആയി. അവിടെ താരം ഇറങ്ങി അടിച്ച് ഇപ്പോൾ. ഓ ഹണി അൽഫാമുണ്ട്. അൽഫാം 1 HP ഡൗൺ. KRP എലിമിനേറ്റഡ് ആയി. അപ്പോൾ അതിൽ ലാസ്റ്റ് ആയിരുന്നു. നേരത്തെ പുറത്തുണ്ടാടാ MP ഇവിടെ നിന്ന് വന്നിപ്പോ. MP ഇതിലുണ്ടായില്ലല്ലോ. TP സ്നോ 1 HP ഡൗൺ ആയി. TP സിയോൺ TP സ്നോ. ഡിസിനത്ത് ഒരാളോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഡൗൺ ആയോ? ഓ ഡിസിന് അവിടെ ഉണ്ട്. ലേറ്റായി. ഡിസിൻ 2 MP 3 പേര് ഓരോരുത്തരായിട്ട് പുഷ് ചെയ്യാൻ തോന്നണേ. ഡിസിൻ സ്റ്റണ്ണ്. ഓ ലൂഫി 1 HP. ഓക്കെ സ്റ്റണ്ണ് ഡൗൺ ആയി. ഇവർക്ക് സോണും പണി കിട്ടി. ലൂഫി ഡൗൺ ആവും. ഡിസിൻ ഈസി ഇപ്പോൾ ഡിസിൻ വൈപ്പ് ആവും. ഇവിടെ സോണി വീഴുകയാണെങ്കിൽ. ഇവിടെ ഹീലടിക്കുന്നുണ്ട് പക്ഷെ അത് ഫിനിഷ് ആവുന്നതാണല്ലേ അതൊക്കെ കിൽഫീഡ് കാണുന്നത്. എന്നുവെച്ചാൽ അടി നടക്കുമെന്ന്. ഓക്കെ DCN എലിമിനേറ്റഡ് ആയി. ആ വണ്ടിയിൽ വന്നിരുന്നേ പറഞ്ഞില്ലേ സോണി വീഴുന്ന. പുള്ളി സോണി വീണ്. ഇനി കൗണ്ട് നോക്കുകയാണെങ്കിൽ BNB 4 BNB ഇതിലത്തെ കൗണ്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലേ. MBക്ക് 9 ഇല്ലെടുത്തല്ലേ. DCN 17 ഇല്ലെടുത്തിട്ടാണ് എലിമിനേറ്റ് ആയത്. 17 പോയിന്റ് കില്ലിന്ന് മാത്രം തന്നെ കിട്ടി. BNBയും സിരിപ്പും അടിയായിട്ടുണ്ട്. ഒരു സിരിപ്പ് നട്ട്. ഓ GTRല് 2 പേര് ബാക്കിയുണ്ടല്ലേ ഇനി. ശരിക്കും സോണില്ല. PRXോട് വണ്ടി കുത്തിച്ച് SPS അടിക്കാനാവും. വണ്ടി എടുത്തു പോയി SPS. ഓ GTR സോൺ വന്നപ്പോൾ പണി കിട്ടി. പുറത്തിറങ്ങി. പക്ഷെ സ്ലിപ്പ് അവിടെ കുത്തിച്ച് പണിയായി GTR. GTR ഒരാൾ ബാക്കിയുണ്ട് ഇവിടെ. എന്ത് കാണിക്കുന്നത്? ബോംബ് എടുത്തെറിഞ്ഞാ? ഓ സ്മോക്ക് ഇട്ട് വെച്ച്. ഓ രണ്ടാമത്തെ ആളെ അടിച്ച് സേവി. ആള് അടിച്ച സ്ലിപ്പ് വൈപ്പാവും. സ്മോക്കിൻ്റെ അകത്ത് കിടന്ന് അടി കൊടുന്ന്. ഓക്കെ
സേവി ഡൗൺ ആയി. ജിറ്റിആർ റാവു ഇതെങ്ങനെ റീകോൾ ആയിട്ട് വന്ന്? പുള്ളിയൊക്കെ ബാക്കിണ്ടായിരുന്നു. ഞാൻ രണ്ടാൾക്കാരെ കണ്ടോളല്ലോ. ആ പുള്ളിയും തീർന്ന്. ആ പൊട്ടിത്തെറിച്ച് ചേർത്ത്. ജിറ്റിആർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. എത്ര പോരത് ചെറിയ സോണില്. PRX സ്ലിപ്പുണ്ട് അവിടെ. SPX ഇവിടെ ഉണ്ട്. സോൺ പണിയിട്ട് രണ്ട് ടീമിനും. PRX അവിടെ ഒരാൾ ഡൗൺ ആയി. എല്ലാവർക്കും സോണിൽ കയറിയേ പറ്റുള്ളൂ ഇവിടെ. സോണിൻ്റെ അകത്ത് MB കയറിയിട്ടുണ്ട്, NTX കയറിയിട്ടുണ്ട്. അപ്പോൾ VNVയോടെ എല്ലാവരും അടിച്ച്, ആരും ഡൗൺ ആയിട്ടില്ല. SPSൽ ഒരാൾ ഡൗൺ ആയി. MB വൈപ്പായി. ഓക്കെ, PRXൽ വൈപ്പായി. SPS അടിച്ചിട്ടുണ്ട്. അവിടുന്ന് VNV ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. SPSൽ ലാസ്റ്റ് ആളാണ്. VNVയിൽ രണ്ടാൾക്കാർ ബാക്കി. അവിടുന്ന് NTXും ഉണ്ട്. 6 ആൾക്കാരാണ് ബാക്കിയുള്ളത്. അതിൽ 2 ആൾക്കാർ നോക്ക്. VNVത്തെ ഒരാളടിച്ച്. SPS ലെബനീസ് അൽഫാം. ഓക്കെ, 1v1. NTX ഒരാൾ, VNV ഒരാൾ. പക്ഷെ അവർ റബ്ബ് എടുക്കുന്നുണ്ട്. ഒരു ബോംബ് അങ്ങനെ അറിയോ? എന്തുകൊടുത്തെറിഞ്ഞി യോടാ. കില്ല് VNVക്ക് 10 കില്ലുണ്ട്. VNVയുടെ 2 പേര് നോക്ക്, 3 പേര് നോക്കാണ്. ആ ഇപ്പം ഓക്കെ. റബ്ബ് എടുത്ത അവിടെ. എന്തുകൊടുത്തെറിയുന്നത്? ബോംബാ. അയ്യോ, അവനക്ക് സോൺ അഡ്വാൻറ്റേജ്. NTX അവർക്ക് ഓപ്പണിൽ കൂടെ കയറണം. രണ്ടുപേരും കയറുന്ന. ഓക്കെ, ഒരു പിക്ക് എടുത്ത്. അയ്യോ, അവൻ നിന്നടിച്ച് 4 വിക്കോ അവനക്കോ. XYZന് കിട്ടി 4 വിക്കും. NTX അങ്ങനെ ഗ്രൂപ്പ് D NTX ആണ് ജയിച്ചത്. സീനടി കേട്ടാ. അവൻ നിന്നടിച്ചത്. അവന് സോൺ അഡ്വാൻറ്റേജും കിട്ടി. അതാ അതിലവർക്ക് പണി കിട്ടിയത്. ഓക്കെ, GG. ഗ്രൂപ്പ് D മാച്ച് അല്ല ഗ്രൂപ്പ് ഡിൻ്റെ മാച്ച് ഡേ 2ൽ ജയിച്ചിരിക്കുന്നത് NTX ആണ്. NTXന് മൊത്തം 4 കില്ല്. ഈ അവസാനം എടുത്ത 4 കില്ല് അവർക്കുള്ളൂ. ഓക്കെ, GG. അപ്പോൾ ഇനി നാളെ ഡേ 3